ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട 6 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഐ എം ഡാം ഷുവർ യു ഗൈസ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ ഇതുവരെ ആരും തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ആൻഡ് അതൊരു ലോസിലേക്ക് പോകാണ്ടിരിക്കാനോ ബാങ്ക്രപ്റ്റ് ആകാണ്ടിരിക്കണമെങ്കിൽ വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. ബിക്കോസ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ മൈസെൽഫ് അനന്തു പി സുനിൽ, എ ബഡിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് എ ഓൺട്രപ്രണർ. Before jumping to the main content, let me give you a small idea of what we are going to discuss today. ഈ ഒരു 2025 പലർക്കും 9 to 5 ജോബ് അല്ലാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് പ്രോസസ് ആണ്. അതേപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അക്വയർ ചെയ്യേണ്ട കുറച്ച് സ്കില്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയുടെ റിസർച്ച് നടക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ എല്ലാ ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ചെയ്ത് ഒരു കോണ്ടന്റ് പോലും ഇല്ല, എസ്പെഷ്യലി ഇൻ മലയാളം. സോ we are gonna do it. Actually, what is business? According to Google, it is an organization to produce or buys and sells goods and service to make profit. And here we are gonna do what should we do before starting a business. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 75% ഓഫ് ബിസിനസ് ഈസ് ഫാളിങ് വിത്തിൻ 10 years ആൻഡ് ബാക്കിയുള്ള 25%-ൽ 5% ഓൺട്രപ്രണേഴ്സേ അവരുടെ ഒരു ഫൈനൽ സക്സസ് പോയിന്റിലോട്ടേക്ക് എത്തുന്നുള്ളൂ. നിങ്ങൾക്കറിയോ ഇതെന്തുകൊണ്ടാണ്? ആൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലും we are going to discuss here the ultimate main 6. ആറാമത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. The first one is know what we are going to do. It is the initial and the most important thing we should do. We should understand everything before we start anything. നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. From the beginning stage of the business, you should understand one thing. A business take time and efforts to grow. അപ്പം ഇത് മനസ്സിലാക്കി ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. I'm not telling you that make your passion as a venture. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ചൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ നീ ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിനക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാനൊരു ഹാർഷായിട്ടുള്ളൊരു റിയാലിറ്റി നിങ്ങളോട് പറഞ്ഞു തരാം. മിക്കവാറും ഒരു 9 to 5 ജോബിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും നിങ്ങളൊരു ഓൺട്രപ്രണർ ആവാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത്. പ്രോപ്പർലി അതായിരിക്കും കേസ്. പക്ഷേ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. അവിടെ 9 to 5 ആണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിലും നമ്മളൊരു ഓൺട്രപ്രണർ ആയി കഴിഞ്ഞാൽ വി ആർ ഗോണ വർക്ക് ഫോർ 24 hours മാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ളൊരു ടോപ്പിക് നമ്മൾ മെയിനായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ വർക്ക് ഓൺ ദ ടോപ്പിക് ഫോർ എവർ. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ദാറ്റ് വൈ ഐ ജസ്റ്റ് ട്രാവലിംഗ്. ബിക്കോസ് ട്രാവലിംഗ് എന്ന് പറയുന്നതാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മടുക്കത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ പ്രൊഫഷനിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം ഹാപ്പി. നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ദർ വോണ്ട് ബി എനിവൺ ടു ഹെൽപ്പ് അസ്. ഈച്ച് ആൻഡ് എവറി വർക്ക് നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫൈൻഡിങ് എ പെർഫെക്റ്റ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല ഒരു ടോപ്പിക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് റീസേർച്ച്, ബിസിനസ് പ്ലാൻ മേക്കിംഗ്, ബിസിനസ് സ്ട്രക്ചർ, ബിസിനസ് രജിസ്ട്രേഷൻ, മെൻഡേഴ്സ്, ടാക്സ് കളക്ഷൻ. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടാണോ ആ ഒരു ടോപ്പിക് ചൂസ് ചെയ്തത് അതോ പാഷനേറ്റഡ് ആയിട്ടാണോ എന്ന് ക്രിയേറ്റ് എ പവർഫുൾ മെസ്സേജ്, ഡിസ്കവർ യുവർ ബിഗ് ഐഡിയാസ് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഗോ ഓൺ ചെയ്യും. ഈ മുകളിൽ പറയുന്ന കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിക്ഡ് പോയിന്റ്സ് ആണെങ്കിലും അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ലൈറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബിക്കോസ് ഈ ഒരു ചെറിയ വീഡിയോയിൽ വി ഡോണ്ട് ഹാവ് ദ ലക്ഷറി ഓഫ് ടൈം. ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് റീസേർച്ച് എന്താണെന്ന് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഈവൻ ഇറ്റ് ഈസ് ഫിസിക്കൽ ഓർ ഡിജിറ്റൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഗ്യാതറിങ്, ഒരു സെഗ്മെന്റിൽ നമുക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അത് നമുക്ക് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന A to Z ടോപ്പിംഗ് ഓൺ അവർ സബ്ജക്ട് ഈസ് നോട്ട് എ മാർക്കറ്റ് റീസേർച്ച്. വാട്ട് എവർ ഹാപ്പൻ ഡോണ്ട് മിസ് ഇറ്റ്. ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ
ഒഴിവാക്കാനേ പാടില്ല. The next one in the line is finding a external mentor. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മെന്ററെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ ഒരു വർക്കിംഗ് മോഡൽ ആക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒന്നുമില്ല. ഒരു മെന്റർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ നിങ്ങൾക്ക് ഗൈഡൻസും അഡ്വൈസും സപ്പോർട്ടും തന്ന് നിങ്ങളുടെ ഗ്രോത്തിനോട് ഒപ്പം ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കും ഈ ഒരു മെന്റർ. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മെന്ററിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് അത്ര ഈസി ടാസ്ക് അല്ല. ആൻഡ് ഈ ഒരു മെന്റർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാൾ മാത്രം ആയിരിക്കത്തില്ല. വി ക്യാൻ ഫൈൻഡ് സംവൺ ഹു ഈസ് വെരി ഇൻസ്പയറിംഗ് ടു അസ് ആൻഡ് അവർ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ റിസർച്ച് ചെയ്യുക, അവരുടെ ബിസിനസ്സുകൾ നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പം ഒരു മെന്റർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കോൺടാക്ട് ഉള്ള ഒരു ഹ്യൂമൻ ബീങ് മാത്രമായിരിക്കത്തില്ല, നമുക്ക് വെർച്വൽ ആയിട്ട് നമുക്ക് അഡ്മയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം. അപ്പം കുറച്ച് മെന്റേഴ്സിനെ കണ്ടുപിടിക്കുക. ആർ യു ഗൈസ് മോട്ടിവേറ്റഡ് ഓർ പാഷനേറ്റഡ്? നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അതേപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തുകൊണ്ടെന്നാണ് എന്ന് നിങ്ങൾ റിയലി വിലയിരുത്തണം. അതിൻ്റെ റീസൺ ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ യു ആർ ഇൻ ബിഗ് ട്രബിൾ. ബിക്കോസ് മോട്ടിവേഷൻ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേനും പോകും. പക്ഷേ നിങ്ങൾ പാഷനേറ്റഡ് ആയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. മാക്സിമം ചെയ്യുന്ന കാര്യങ്ങളിലോട്ടേക്ക് ഒരു ടൈം കഴിയുമ്പോഴത്തേനും കുറച്ച് ഫയർ വാരിയിടാം. അപ്പം നമുക്കൊരു പുഷും കിട്ടും. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് എ പവർഫുൾ മെസ്സേജ് ആൻഡ് ഡിസ്കവർ യുവർ ബിഗ് ഐഡിയ. നമ്മൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണെങ്കിലോ വി ഷുഡ് ഹാവ് എ പവർഫുൾ മെസ്സേജ് ടു കൺവേ. അത് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇമേജ് ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവേഴ്സ് വിൽ ബി അനൗൺസിങ് സോൺ, സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ. ആൻഡ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളുടെ ഒരു ബിഗ് ഐഡിയയിലോട്ടേക്ക് എത്തിച്ചേരും. ട്രസ്റ്റ് മീ ഗൈസ്, ഇഫ് യു ഡു യുവർ തിങ്സ് വെരി സീരിയസ് ആൻഡ് നിങ്ങൾക്ക് ഒരു വളരെ വലിയൊരു വിഷനോ വളരെ വലിയൊരു ഡ്രീമോ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ബിൽഡ് ഇറ്റ് സ്ലോലി. നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ലോകത്തിലോട്ടേക്കായിരിക്കും. അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് എനിക്കെന്താണോ മനസ്സിലായത് അത് ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യണമെങ്കിൽ കാര്യം ഇത്രയേ ഉള്ളൂ. ഇഫ് യു വാണ്ട് ടു ക്രാക്ക് എ സിസ്റ്റം ഫസ്റ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. The second one is leadership quality. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. ബിക്കോസ് നമ്മൾ പല പല ലീഡേഴ്സിനെയും കണ്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരും, നമ്മളെ മൊത്തത്തിൽ പണ്ടാരെ അടക്കി പോകാൻ പറ്റുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ആക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൺക്ലൂഷൻ ഞാൻ തരുവാണെങ്കിൽ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് ആണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ഓൺട്രപ്രനർ ഇൻ യുവർ ലൈഫ് you should have a warrior's mindset. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ we should have the complete control of our emotions. അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ആർക്കും ഇന്ന് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ ആ ഒരു സ്റ്റേജിലോട്ടേക്ക് എത്താനും പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് പ്രാക്ടീസ്. പക്ഷേ ഡോണ്ട് എവർ ഗീവ് അപ്പ്. ഓക്കെ. ഒരു ട്രൂ ലീഡർ എന്ന് പറഞ്ഞാൽ അവനോ അവൾക്കോ ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഏതൊരു സിറ്റുവേഷനിലും ടഫായിട്ടുള്ള ഒരു തീരുമാനങ്ങളെടുത്ത് അതുമായിട്ട് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വിൽ പവർ അത് മസ്റ്റാണ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും മറ്റുള്ളൊരാളുടെ, ഈവൻ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ആവാം അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ആവാം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി ആ ഒരു പ്രസൻറ്റ് ടൈമിൽ നമ്മുടെ ഒരു പ്രസൻസ് കൊടുത്ത് അവരെ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വി ഷുഡ് ബി വെരി സ്ട്രോങ്. ബിക്കോസ് നമ്മളായിരിക്കും നമ്മുടെ ടീമിൻ്റെ ബാക്ക് ബോൺ. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഡൗണായി പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോൾ ടീം അവിടെ ഇല്ലാണ്ടായതാണ് എൻ്റെ അർത്ഥം. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ബിസിനസ്സിൽ. അപ്പം വി ഷുഡ് ഓൾവേസ് പ്രയോറിറ്റൈസ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്. മറക്കരുത്, നോട്ട് ചെയ്തു. വി ഷുഡ് ഓൾവേസ് ബി റെഡി ടു ഫെയിൽ. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നത്തിങ് ഇസ് പെർമനൻറ്റ്. ഈവൻ ഫെയിലിയർ ആണെങ്കിലും സക്സസ്ഫുൾ ആണെങ്കിലും വി ഷുഡ് മൂവ് ഓൺ. ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സിനാരിയോയിൽ സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഇൻ കേസ് അത് നമ്മൾക്ക് വന്നേക്കുന്ന ഒരു ബിഗ് ലോസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വന്നേക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് മൂവ് ഓൺ. സങ്കടപ്പെട്ടിരിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ഇരിക്കരുത്. അവിടെ നിന്നും വി ഷുഡ് മൂവ് ഓൺ. ഓക്കെ. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്.
but we are gonna cutting down to the chase. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, don't forget you guys, leadership is the pillar of your business. The next one is sales. If you want to master the art of business, the most important skill you should achieve is a skill to sell. നേരത്തെ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു ബിസിനസ്സിന്റെ പില്ലർ ആണെങ്കിൽ, ബിസിനസ് പ്ലാനിങ്, നോയിങ് വാട്ട് വി ആർ ഗോണ ഡു ഈസ് ദ സ്ട്രക്ചർ ഓഫ് അവർ ബിസിനസ് എങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഈസ് ദ ബ്ലഡ് പമ്പിങ് ഹാർട്ട് ഓഫ് യുവർ ബിസിനസ്. ആസ് എ ഇന്ത്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് വളർന്നു വന്നേക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ ഒരു ലോകമാണ്. അതിൽ ആർക്കും നമ്മളെ എതിർത്ത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത്രയും വാസ്റ്റ് ആണ്. ഈ ലോകത്ത് പ്രസന്റ് സിറ്റുവേഷനിൽ വളരെ വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ, മീൻസ് വലിയ വലിയ കമ്പനികളിൽ റെപ്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ സെയിൽസിനെ കുറിച്ച് പഠിക്കാനും ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും നമ്മുടെ രാജ്യത്ത് വന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ അത് സത്യമാണ്. ഞാൻ സെയിൽസിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഐഡന്റിഫൈയിങ് പൊട്ടൻഷ്യൽ കസ്റ്റമർ, പിന്നെ എഡ്യൂക്കേറ്റിംഗ് കസ്റ്റമേഴ്സ്, നെഗോസിയേഷൻ, ക്ലോസിംഗ് ദ ഡീൽ. ആൻഡ് ദീസ് ആർ ദ 4 points യു ഷുഡന്റ് മിസ് വൈൽ ഡൂയിങ് എ ഡീൽ. സെയിൽസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെയിൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ B2B, B2C, അതായത് ബിസിനസ് ടു ബിസിനസ് സെയിൽസും ബിസിനസ് ടു കൊമേഴ്സ് സെയിൽസും, പിന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്, റീറ്റെയിൽ സെല്ലിംഗ് ഉണ്ട്, ഇ കൊമേഴ്സ് സെല്ലിംഗ് ഉണ്ട്, പല ക്യാരക്ടറൈസിങ്ങും ഈ സെയിൽസിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാറ്റഗറിയിലാണോ നമ്മുടെ ബിസിനസ് പ്ലേസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സെയിൽസിന്റെ കാറ്റഗറീസും ഡിഫൈൻ ചെയ്ത് പോകുന്നത്. ഒരു ഓൺട്രപ്രണറായ നമ്മൾ വേറൊരു വെഞ്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് B2B സെയിൽസിലോട്ടേക്ക് പോകും. അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആയ നമ്മൾ ഇൻഡിവിജ്വൽസിന് വേണ്ടിയാണ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതൊരു B2C ബിസിനസ് ആയിട്ട് പോകും. പിന്നെ നിലവിൽ ഇപ്പം വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. സത്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ടു ഇറ്റ് സം അതർ ടൈം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന്റെ ഹാർട്ടാണ്. അപ്പോൾ അതിൻ്റെ കോർ വാല്യൂ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ സിനാരിയോസും ക്രാക്ക് ചെയ്ത് അത് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ the rest will be history, guys. Okay, right now we are going to explain the 4th point, none other than the money management skill. Basically നമ്മുടെ വീഡിയോയുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനിത് എങ്ങനെ നിങ്ങളോട് സിമ്പിളായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നു ഒരുപാട് ചിന്തിച്ച്. കാരണം ഒരുപാടുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ റൈറ്റ് നൗ എൻ്റെ ലൈഫിൽ മണി മാനേജ്മെന്റ് സ്കിൽസും അതേപോലെ തന്നെ എങ്ങനെ ബെറ്റർ ആയിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വളരെ ഡീപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് യുവർ ഇൻവെസ്റ്റ്മെന്റ്. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ട്. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഞാൻ അതിൽ വിശദമായിട്ട് നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. അപ്പം ഫണ്ടമെൻ്റൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അനാവശ്യ ചിലവുകളിലോട്ടേക്ക് പോകാണ്ട് ശ്രദ്ധിക്കുക. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നാണെങ്കിൽ ടെൻഷൻ ആവാൻ പാടില്ല. ആദ്യം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ നോക്കുക. സത്യം പറഞ്ഞാലില്ലേ വളരെ സിമ്പിളാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്, പക്ഷെ ഇപ്പോൾ പറ്റത്തില്ല. സ്റ്റേ വിത്ത് മീ, ഫ്യൂച്ചറിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ്സ് എ സീക്രട്ട് ഗൈസ്. അപ്പം ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, മണി മാനേജ്മെൻറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഡോണ്ട് മിസ് ഓൺ ദാറ്റ്. നല്ലൊരു ഫൈനാൻഷ്യൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മൈൻഡ് സെറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിലാണ് ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണേ. നമ്മുടെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആവും. അനാവശ്യമായിട്ടുള്ള ചിലവുകളിലോട്ടേക്ക് നമ്മൾ പോകത്തില്ല. അത് എൻ്റെ ലൈഫിൽ ഞാൻ
മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഹാൻഡ്ലിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാവുക, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേനും പലർക്കും മണി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും വരുന്നത്. പക്ഷെ അത് മാത്രമല്ല ആ ഒരു ടോപ്പിക്കിൽ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു മണി മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോഴത്തേനും നമ്മുടെ ക്യാഷ് ഫ്ലോ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും ഡോണ്ട് ഫോളോ മണി, മേക്ക് ഇറ്റ് ഫോളോ യു. തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, ബിസിനസ് എന്ന് പറയുമ്പോഴത്തേനും പലരുടെ മുന്നിൽ ഒരു മണി മൈൻഡഡ് ആയിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്. പക്ഷേ അതല്ല സംഭവം. ഒരിക്കലും ക്യാഷിന്റെ പുറകെ നമ്മൾ ഓടാണ്ടിരിക്കുക. മണി ഇന്റൻഷൻ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോഴത്തേനും നമ്മളെല്ലാം നഷ്ടപ്പെട്ട് വന്ന് നിൽക്കേണ്ടി വരും. അപ്പം ഒരിക്കലും മണി ഇൻറ്റൻഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, പ്യുവറായിട്ട് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് അതിൽ നിങ്ങൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാഷ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിലോട്ടേക്ക് എത്തിച്ചേരും. അതാണ് പറയുന്നത്, മേക്ക് മണി അട്രാക്ട് യു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് 100% നിങ്ങൾ നിങ്ങളുടെ എഫേർട്സ് അതിലോട്ടേക്ക് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം. ക്യാഷ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. ആറാമത്തെയും അവസാനത്തെയും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല. എന്താന്ന് വെച്ചാൽ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും കംഫർട്ടായിട്ടിരിക്കുന്നത് ഒഴിവാക്കുക. എൻ്റെ ഒരു ഏജിലുള്ളവരെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അവരവരുടെ വീട്ടിലായിരിക്കും, അവരവരുടെ വീട്ടിലിരുന്നിട്ട് അമ്മ ഫുഡ് തരണോ, ചിലപ്പം ഫാദർ വീട്ടിലോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും റവന്യൂ സ്ട്രീമും കാര്യങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ അപ്പം മാസം ഇത്ര ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര റിലാക്സ് ആണ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ലേ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയതൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ ഇറങ്ങിപ്പോകും. ഗെറ്റ് പ്രോബ്ലംസ്, അതായത് ലൈഫിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. പ്രോബ്ലംസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വല്ല പ്രശ്നത്തിലോട്ടേക്ക് എടുത്ത് ചാട് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടോ, ഓക്കെ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിലോട്ടേക്ക് ചിന്തിക്കുക, എനിക്ക് ഇത്ര എമൗണ്ട് വേണം, അതെൻ്റെ മുന്നിലുള്ള ഒരു പ്രോബ്ലമാണ്, ഞാനത് ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ സീക്ക് ചെയ്യുന്നു, ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നു. അപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് ഫേസ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, പിന്നെയും ബിഗർ ആൻഡ് ബിഗർ പ്രോബ്ലംസിലോട്ടേക്ക് നമ്മൾ ചെല്ലുക. നമ്മൾ എത്രത്തോളം വലിയ വലിയ പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഗ്രോത്തും അവിടെ നടക്കും. പതിയെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കംഫർട്ട് സോൺ വിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സത്യം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കളത്തിലോട്ടേക്ക് ഇറങ്ങുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് പതിയെ ഡെവലപ്പ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ വർക്ക് ഓൺ യുവർ ബിഗർ ഐഡിയ. ഇനി ഈ ഒരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെയും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ഡു കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. നമുക്കതിന് എന്തെങ്കിലും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കമൻറ്റിനും ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു പ്രൊഡക്റ്റീവ് ഇൻട്രാക്ഷൻ സെക്ഷനായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇനിയും ഇതേപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ ഫീൽഡിലോട്ടേക്ക് എത്താൻ വേണ്ടിയും എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ വേണ്ടിയും ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ഐ മൈസെൽഫ് ആൻഡ് press the bell icon for your notification. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ചെയ്യാൻ പോണേ ദി ബിഗ് ഐഡിയ എന്താണെന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഫണ്ണല്ലേ? താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ഗൈസ്. ബൈ ബൈ.